ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാക്കണേ, നല്ല മഴയാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഒരു 2, 3, 4, 5 ഒരാഴ്ചയായി. ഇപ്പോൾ ഒരാഴ്ചയായോ റിയേ മഴ പെയ്യൽ തുടങ്ങിയിട്ട്? അപ്പോൾ അങ്ങനെ മഴ നല്ല ചോരാതെ ഇങ്ങനെ മഴ പെയ്തുകൊണ്ട് കേട്ടോ. കുറച്ച് സമയം ഇങ്ങനെ ഒരു 2, 3 ഇങ്ങനെ ചെറുതായിട്ടൊരിത് വരും, പിന്നെയും മഴ പെയ്യും. അപ്പോൾ ഇപ്പോൾ ഇത്ര മഴ പെയ്തപ്പോൾ തന്നെ ഇങ്ങനെ ആയിക്കണേ കണ്ടോ. ആകെ പൂന്തലും മിരിക്കലും ഇതാക്കലും ഒക്കെ ആയിക്കോ കേട്ടോ. ചളി വിളി ആയിക്കണം ആകെ. പുഴയിലും നമ്മൾ ഇതെന്താ മുറ്റത്ത് കൂടെ ഒക്കെ നടക്കുമ്പോൾ പൂന്തി പോവും. അങ്ങോട്ട് അയക്കുന്നുണ്ടോ. ഇവിടുത്തെ മണ്ണൊക്കെ ഒലിച്ച് പോവാണ്. മണ്ണുകളൊക്കെ അങ്ങോട്ട് ഒന്നായിട്ട് ഒലിച്ച് പോവുക. അപ്പം നമ്മളെ വീഡിയോ കൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൊച്ചു ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അടിച്ചമർത്തി പോവുക കേട്ടോ. അപ്പോൾ ഞാൻ മഴൻ്റെ ചെറിയ ഓരോരത് മഴ പെയ്യുന്നത് കാണിക്കുകയാണ്. എല്ലായിടത്തും മഴയാണെന്ന് പറഞ്ഞു. അപ്പം നല്ല കാറ്റും, നല്ല കാറ്റ് പറഞ്ഞാൽ നല്ല കാറ്റാണ്. ചെറിയ എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ മഴ? നമ്മളെ സൂപ്പർ മഴയല്ലേ. ആദ്യമൊക്കെ നമുക്ക് പറഞ്ഞാൽ സ്കൂൾ തുറക്കണ അതിലേനും ജൂണിൽ സ്കൂൾ തുറക്കുമ്പോൾ മഴക്കാരം ഞങ്ങളെ ചെറുപ്പത്തിലൊക്കെ. എന്നിട്ട് ആ സമയത്ത് കോട്ടയൊക്കെ ചൂടി പാടത്തെ കൂടെ അങ്ങനെ പോകും. ഇപ്പം നേരത്തെ കാലത്തെ മഴയൊക്കെ വന്നിക്കണ്. പ്രാവശ്യം അതേമാതിരി നമ്മളെ കിണറിലോ അതിലൊന്നും ആരെവിടെ വെള്ളം വറ്റിന്നൊന്നും പറയണ കേൾക്കണില്ലല്ലോ. മഴ പെയ്ത് നല്ല തണുത്തു. എന്തൊരു ചൂടായിരുന്നു നമുക്കെന്നറിയോ. ഇപ്പം നല്ല തണുപ്പായി, വെള്ളമൊക്കെ നല്ല ഉഷാറായി. ഓരോരോ സ്ഥലത്ത് ഇതൊക്കെ ബിൽഡിങ്ങുകളൊക്കെ പൊളിഞ്ഞാടുന്നുണ്ട്. അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ റെഡ് അലേർട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്കൊക്കെ ഉള്ളത് തന്നെയാണ്. അപ്പം നമ്മളെ ഈ ഒരു വിഷ്വൽസ് ഇങ്ങനെ കാണിക്കുക. മഴൻ്റെ ആണല്ലോ, മഴയും കാണണ്ടോ. നമ്മൾ എല്ലാറ്റും A to Z നമ്മൾ ഇടുന്നതാണ്. അപ്പം മഴ പെയ്യണതും ഒക്കെ മഴൻ്റെ ഒരു റീൽസ് ഞാനിങ്ങനെ ഇട്ടിരുന്നു. അപ്പം നിങ്ങളൊക്കെ കണ്ടക്കും, അത് റീൽസ് ഇട്ടതൊക്കെ കണ്ടക്കും. മഴ പെയ്യും, മഴൻ്റെ കൂടെ തന്നെ കാറ്റ്, നല്ല കാറ്റും വരുന്നുണ്ട്. ഇപ്പോൾ മുറ്റത്തേക്കൊക്കെ ഇറങ്ങുകയാണെങ്കിൽ നല്ല വഴുക്കലും പൂന്തലും. ഇപ്പോൾ പുഴയിലൊക്കെ വെള്ളം നല്ലോണം കുടിക്കണേ. നല്ലോണം ഉണ്ട്, പുഴയിലൊക്കെ വെള്ളമുണ്ട്. ഇങ്ങനെ പോകുമ്പം പുഴയിൽ ഒക്കെ വെള്ളം, നമുക്ക് നല്ല കാറ്റുണ്ടോ. തോട്ടിലൊക്കെ മീൻ പിടിക്കാൻ തുടങ്ങിക്കണ്. മീൻ പിടിക്കാൻ പോകുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കുക. മീനിപ്പോൾ എന്താ പറയുക, തോട്ടിലും പുഴയിലൊക്കെ മീനുണ്ടാവും. മീൻ കയറിക്കണ്. എന്നിട്ടൊക്കെ പിടിക്കാൻ പോകും. എന്നിട്ട് പിടിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്കറിയില്ലേ, ഓരോരോ കറണ്ടും കമ്പിയും അതും ഇതും ഒക്കെ ഉണ്ടാവും. പൊട്ടി ചാടി കിടക്കണമൊക്കെ ഉണ്ട്. നമ്മളൊന്നും ശ്രദ്ധിക്കൂല, ആണ് പോവും. ഞാൻ ഇപ്പോൾ കാണിച്ചു തന്ന അതേപോലെ തന്നെ മഴ പെയ്തിട്ട് കാറ്റ്, അതേമാതിരി പേരക്ക മരങ്ങളൊക്കെ ഇങ്ങോട്ട് ഒന്നായിട്ടൊരു ഭാഗത്തേക്ക് ഇങ്ങോട്ട് ഇലച്ചിട്ട് ഒരു ഭാഗത്തേക്ക് ഇങ്ങോട്ട് ആയി നിൽക്കുകയാണ് ചെയ്യണത്. കാറ്റോ നല്ല അടിപൊളി കാറ്റും. പേടിയാവും നമുക്ക് കാറ്റൊക്കെ കാണുമ്പോൾ കേട്ടോ. എന്തായാലും ഞാനിതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാം. ഇത് കാണാത്തവരും ഉണ്ടാവും, നമ്മളതിൽ കാണുന്നവരും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ ഈ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതേപോലെ തന്നെ ഞാൻ ഒരു ചെറിയൊരു നെയ്ച്ചോറും വെച്ചിട്ട് അതൊന്നും ഇതിൽ ഞാൻ ആഡ് ചെയ്യണുണ്ട്. റിയ അതൊക്കെ ഉണ്ടോ. ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ഇപ്പം ഞാനത് വീഡിയോ എടുത്തത് വേറെ രീതിയിലാണ് വീഡിയോ എടുത്തിന് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ വേറെ ഇങ്ങനെ കാണുള്ളൂ, മറ്റിൻ്റെ പോലെ ആവില്ല. അപ്പോൾ ഞാൻ മാറിയെടുത്തതാണത്. അപ്പോൾ എന്താണെന്ന് പറയുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് അതേമാതിരി ദോശയായിരുന്നു. ദോശ ഉണ്ടാക്കി. പിന്നെ അതേപോലെ ദോശ കഴിച്ചു കേട്ടോ, കഴിച്ചിക്കണത് ഇതിൻ്റെ ബാലൻസാണ്. പിന്നെ നെയ്ച്ചോറ് ഗീ റൈസ് ഒന്നും ഉണ്ടാക്കി. അപ്പം അതിങ്ങനെ ഉണ്ടോ, നമ്മളെ മദ്രസിലും പള്ളിയിലൊക്കെ ഉണ്ടാവില്ലേ നേർച്ച ടേസ്റ്റാണ് കേട്ടോ. ചുമയും വരുന്നുണ്ട് അതിൻ്റെ അടിയിൽ കൂടെ. അപ്പം പിന്നെ അതാക്കുക നല്ല മട്ടനാണ്. മട്ടൻ ഇങ്ങനെ തിളക്കുകയാണ്. നല്ല തിളക്കുക. ഞാൻ ആദ്യം കുക്കറിൽ വിസിലടുപ്പിച്ചിരുന്നു. എന്നിട്ട് പിന്നെ ഒന്ന് ഷെയർ ചെയ്യാണ്ട് ഇതിലൊന്നും കൂടി മൺചട്ടിയിലാക്കിങ്ങാണ്ട് ഒന്ന് ചെയ്യുക കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാക്കണം കഴിച്ച് കഴിഞ്ഞതാട്ടോ. കഴിഞ്ഞ അതിൽ 6 ദോശയുള്ളൂ ചൂട്. ആ 6 ദോശ ചുട്ടിയിൽ പിന്നെയില്ല, ബാക്കി ബാലൻസാണത്.
പിന്നെ ഇവിടെയൊക്കെ ക്ലീനാക്കി കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചു. അതിലാണ് ഞാൻ കണ്ടോ എല്ലാം റെഡിയാക്കി. പിന്നെ അടുപ്പിൽ ഇതേമാതിരി ചൂടുവെള്ളം വെക്കാൻ വേണ്ടിയിട്ട്. തണുത്ത വെള്ളം കുടിക്കാൻ പറ്റൂല, എല്ലായിടത്തും മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനി ഇല്ലാത്തതൊന്നുമില്ല. മഴ വന്നപ്പോഴും അല്ലെങ്കിൽ ഓരോരോ ഇപ്പോൾ കൊറോണ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളം അതാ കഴിയാനയക്കണം. അപ്പോൾ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് തീ പിടിപ്പിച്ചതാണ്. റൈസ് പിന്നെ നെയ്ച്ചോറ് പിന്നെ അങ്ങനെ ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ വെച്ചതാണ്. അപ്പോൾ നമ്മളിതാക്കണം ഇത് എന്താ ഏകദേശം വെന്തിക്കണം. അപ്പോൾ അത് ഓഫാക്കാൻ വേണ്ടി കണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതേമാതിരി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രാത്രിക്ക് നമ്മൾ പഞ്ഞിപ്പുല്ല് റാഗി ഉണ്ടല്ലോ, റാഗി അടിച്ചിങ്ങാണ്ട് കുടിക്കും. അതിപ്പോൾ നമ്മളൊറ്റക്കല്ല, അതേ ഞാൻ കുട്ടികളൊക്കെ എല്ലാവരും ഉണ്ടാകുമ്പോൾ അങ്ങനെ തന്നെയാണ്. റാഗി ചെറുപ്പാതേ ഞാൻ എല്ലാവർക്കും കൊടുക്കും. നന്നായിട്ട് ഇങ്ങോട്ട് അടിച്ചിട്ട് വലിയൊരു പാത്രത്തിൽ ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഓരോരോ ക്ലാസ് ഇങ്ങനെ കുടിക്കും കേട്ടോ. ഇതിപ്പോൾ ഫസ്റ്റ് നമ്മളെന്താ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഇട്ടുവെച്ചിട്ട് അതിൽ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നല്ലോണം ഇത് നമ്മൾ ഞൊണ്ടി ഇതാക്കിയിട്ട് അതിൻ്റെ അഴുക്കുകളൊക്കെ ഇങ്ങോട്ട് കളയുക. ഇതിൻ്റെ അഴുക്ക് ഇതൊക്കെ ഫുള്ള് നമ്മൾ കളയുക. ഒരു പ്രാവശ്യം കളഞ്ഞാൽ പറ്റും. അങ്ങനെ നമ്മൾ എന്നിട്ട് അത് നല്ലോണം ആ വെള്ളതാ ഉണ്ടോ അഴുക്ക് ഇങ്ങനെ പൊന്തി കിടക്കണുണ്ടല്ലേ, കുറച്ച് ചപ്പ ഒക്കെ ഉണ്ടാവും. റിയ ആ ലൈറ്റ് ഇട്ട് കൊടുത്തച്ച്. എന്നിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കറണ്ട് പോയി. അപ്പോൾ ലൈറ്റ് ഇട്ട് ഒക്കെ ചോദിക്കുകയാണ് ഞാൻ. എന്നിട്ട് അത് പിന്നെ എന്താണെന്ന് പറയുക, അതൊക്കെ കഴുകിയിട്ട് പിന്നെ വെള്ളം ഒഴിച്ചങ്ങാണ്ട് നമ്മൾ എടുത്ത് വെക്കുക. എന്നിട്ട് പിന്നെ അടച്ച് വെക്കുക. എന്നിട്ട് പിന്നെ രാത്രി അതെന്ത് കാണിക്കും, വൈകുന്നേരം ഇനിയിപ്പോൾ അമ്മിമ്മയാണെങ്കിൽ അമ്മിമ്മ അരക്കുക, അല്ല നമ്മൾ മിക്സിയിൽ ഇട്ടടിക്കുകയാണെങ്കിൽ മിക്സിയിലിട്ട് അടിക്കുക കേട്ടോ. പിന്നെ ഞാൻ ഈ സർലാസൊക്കെ ഇതാക്കുന്ന നെയ്ച്ചോർക്ക് സർലാസൊക്കെ ഉണ്ടാക്കി വെച്ചിന്. അപ്പോൾ അതൊക്കെ അതിൽ എടുത്ത് വെക്കുകയാണ്. പിന്നെ പപ്പായ പച്ചയുണ്ട്, പഴുത്തതും ഉണ്ട്. പിന്നെ ഇതാക്കണ ഇതേമാതിരി സർലാസ് തന്നെ ഉണ്ടാക്കി അത് ഇതാക്കണതാണ്ടോ ഉണ്ടാക്കിയാണ്ട് കുപ്പിയിൽ നിങ്ങളിങ്ങനെ കാണുന്നുണ്ടാവും. അത് നമ്മൾ അടുത്തുകൂടെ ഒരു എന്താ കയറി താമസം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ എന്താ കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ അത് കുപ്പിയിലാക്കി വെച്ചങ്ങാണ്ട് ഫ്രിഡ്ജിലാക്കി വെച്ചതാട്ടോ. അപ്പം എത്ര